ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസ്. കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അങ്ങനെ പുതിയൊരു കുറച്ച് മോഡൽ കൂടിയ ഒരു ഫിഗോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകണം. ഈ ഒരു ഫിഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കലക്കം പീസ് വണ്ടിയാണ്, ഒന്നും പറയാനില്ല. വെറും 43,000 കിലോമീറ്റർ ഓടിക്കണ ഒരു ഷോറൂം കണ്ടീഷനിലിരിക്കുന്ന വാഹനം കണ്ട. അതിൻ്റെ സീറ്റൊക്കെ നോക്കി യാതൊരു രീതിയിലുള്ള പഴമയോ കാര്യങ്ങളും സംഭവിക്കാത്ത വാഹനമാണ്. ഇത് 2017 മോഡലാണ്. 2 എയർ ബാഗ് ഫ്രണ്ടിൽ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഫോർഡിൻ്റെ വാഹനമായതുകൊണ്ട് നമുക്ക് ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ 2017 മോഡൽ ട്രെൻഡ് വാഹനമാണ്. അത് മാത്രമല്ല ഇത് എന്താ പറയുക, ഇതിൻ്റെ റേറ്റ് നമ്മൾ മാർക്കറ്റ് റേറ്റിനേക്കാളും റേറ്റ് കുറച്ചാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കിടക്കുന്നത്. അത് എത്രയാണ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ വീഡിയോയിൽ കൂടി തന്നെ കണ്ട് മനസ്സിലാക്കാം. നമുക്ക് ഈ ഒരു ഫിഗോ ഫുള്ള് കണ്ടു വരാം. അതിന് ശേഷം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വഴിയെ സംസാരിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഫോർഡ് ഫിഗോൻ്റെ ആ ഒരു ഫേസ് ലിഫ്റ്റ് വന്നതിന് ശേഷം ഇറങ്ങിയേണ്ട വാഹനമാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഈ ഒരു വാഹനം നമ്മളിപ്പോൾ ഉള്ള മാർക്കറ്റ് പ്രൈസ് നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ ഒരുപാട് റേറ്റ് കുറച്ചിട്ടാണ് ഈ വാഹനം ഇപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ചാനലിൽ കൂടി നിങ്ങൾക്ക് അറിയാം, നമ്മൾ നല്ല രീതിയിൽ ഡീലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വന്നേക്കണ ഒരു ഫോർഡ് ഫിഗോ ആണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഈ കിടക്കുന്നത്. ഇത് ട്രെൻഡ് ലൈനിൽ വന്നേക്കണ വാഹനമാണ്. അത് മാത്രമല്ല ഈ വാഹനത്തിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കിയേക്കാം. ഇത് സിൽവർ കളറിൽ വന്നേക്കണ വാഹനം, അതേപോലെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന വാഹനം. നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഷോറൂമിലേക്ക് വരാം, ജസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കാം, വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. ഒരു വെർത്തായിരിക്കും ഈ ഒരു വാഹനം, കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ റേറ്റ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു ഫിഗോ ആണ്. പണ്ടുള്ള ഫിഗോ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായി. ഈ വാഹനം വരുമ്പോൾ നമ്മൾ ഇപ്പോൾ ഫോർഡ് മസ്താങ്ങിൻ്റെ ഫ്രണ്ടിലെ ഗ്രില്ലിൻ്റെ ആ ഒരു, ഇപ്പോൾ ഫോർഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, മസ്താങ്ങിൻ്റെ ഫ്രണ്ടിലെ ഗ്രില്ലിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു ഫിഗോയും അതേപോലെ ആസ്പയറും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഒരു വാഹനത്തിന് ടയറിലേക്ക് നമ്മൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ടയറൊക്കെ നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും കൂടെ കാണാം. പിന്നെ അലോയ് വീൽസും കാര്യങ്ങളൊന്നുമല്ല, സാധാരണ നോർമലായിട്ടുള്ള വീൽ ടിപ്പും കാര്യങ്ങളൊക്കെ വന്നേക്കണം. സൈഡ് കാര്യങ്ങളൊക്കെ നോക്കാം, എവിടെയും എന്തെങ്കിലും ഇതിലുള്ള സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കാം. ചെറിയ രീതിയിൽ ടച്ച് ആൻഡ് പെയിൻറ്റ് ഇതിൻ്റെ ബോട്ടം പാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ അതൊക്കെ പണിയൊക്കെ തീർത്തത് കാണാം, ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല കേട്ടോ. നീറ്റായിട്ട് ഇരിക്കുന്ന സൈഡും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിലെ ടയേഴ്സ് നോക്കാം. ലെഫ്റ്റ് സൈഡിലെ ടയേഴ്സ് നോക്കുമ്പോൾ ഇവിടെയും നല്ല ഗ്രിപ്പും കാര്യങ്ങളും നിൽക്കുന്ന ടയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീൽ ആർച്ചൊക്കെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന വീൽ ആർച്ചസ്. ഇവിടെ സൈഡ് മിറേഴ്സ് ആണെങ്കിൽ മൗണ്ടഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ്, കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 2 ഡോറും നീറ്റായിട്ട് നിൽക്കുന്ന ഡോർസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്ന ഡോർസ്. സിൽവർ കളറാണ്. സിൽവർ കളർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. സിൽവറും അതേപോലെ വൈറ്റൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ ഈ ഒരു കളറും ഇംപ്രസീവ് തന്നെയാണ്. റിയർ ഭാഗത്തെ ടയർ നോക്കാം, നല്ല ഗ്രിപ്പും കാര്യങ്ങളും നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് റൂഫും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സ്പോയിലർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വിത്ത് മൗണ്ടഡ് ആയിട്ടുള്ള ടെയിൽ ലാമ്പും കാര്യങ്ങളും സ്റ്റോപ്പ് ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗ്ലാസ്സൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്നു. അതേപോലെ തന്നെ ബമ്പേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ 2 ഡോറും കണ്ട്, 2 ഡോർ നീറ്റായിട്ട് നിൽക്കുന്ന ഡോർസ്. ഇനി നമുക്ക് ജസ്റ്റ് ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇനി ഇൻറ്റീരിയേഴ്സ് എന്ന് പരിചയപ്പെട്ടേക്കാം. ഇൻറ്റീരിയേഴ്സ് എന്താണ് അവസ്ഥ ജസ്റ്റ് നോക്കിയേക്കാം. ഞാൻ ഫ്രണ്ട് ഡോറിന് ഓപ്പൺ ചെയ്യണം. ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും നമുക്കിവിടെ 4 പവർ വിൻഡോസിൻ്റെ കൺട്രോൾ ബട്ടൺ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുകൂടാതെ തന്നെ ബ്ലാക്ക് തീമിൽ പോയേക്കണം ആ ഒരു ഡോർ പാഡ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇൻറ്റീരിയർ ഒന്ന് വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്ന ഇൻറ്റീരിയേഴ്സാണ്. അതേപോലെ തന്നെ സീറ്റ്സും കാര്യങ്ങളും നോക്കാം. സീറ്റ്സൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കേട്ടോ, കമ്പനി സീറ്റ്സ് തന്നെയാണ് ഇരിക്കുന്നത്. വിത്ത് ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഇൻറ്റീരിയേഴ്സ് ഒന്ന് വിശദമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, എന്താ പറയുക, ആ ഒരു ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ നമുക്ക് എയർ ബാഗിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഹാർഡ് പ്ലാസ്റ്റിക് ഇതൊക്കെ തന്നെയാണ് ഉപയോഗിച്ചാണ്. ഫോർഡിൻ്റെ ക്വാളിറ്റി പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. മിഡിൽ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് കീ വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ കിലോമീറ്റേഴ്സ് എത്രയാണെന്ന് ജസ്റ്റ് നോക്കിയേക്കാം. അതേപോലെ തന്നെ സ്റ്റിയറിങ്ങിലും നമുക്ക് എയർ ബാഗും കൺട്രോളും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. 44,000 കിലോമീറ്ററാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഡൗൺ പാർട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഗിയർ നോബ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതേപോലെ ഇവിടെ ഫ്ലോറും കാര്യങ്ങളും നോക്കാം. ഫ്ലോറൊക്കെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ഡോർ പാഡ്സും അതേപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നു. റിയർ ഭാഗത്ത് ആ ഒരു സീറ്റും ഈ ഫ്രണ്ട് സീറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം പാറ്റേണും കാര്യങ്ങളും തന്നെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻറ്റീരിയേഴ്സ് ഫ്രണ്ട് ഭാഗത്ത് നിന്ന് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ പാസഞ്ചർ സൈഡിൽ പോയിട്ട് സീറ്റ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് നോക്കിക്കാം. പാസഞ്ചർ സൈഡ് ഡോർ ഓപ്പൺ ചെയ്യാം. ഇവിടെ പവർ വിൻഡോസിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ സീറ്റ്സും കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്നു. ആ ഒരു ഡിസൈനും കാര്യങ്ങൾ നോക്കാം. അത് വൃത്തിയായിട്ട് ഇരിക്കുന്ന ഡിസൈൻസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലെഗ് റൂമും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ലെഗ് റൂമും കാര്യങ്ങളൊക്കെ വാഹനം നമുക്ക് തരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ ലുക്ക് നോക്കാം കേട്ടോ. നീറ്റായിട്ട് ഇരിക്കുന്ന ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഫോർഡ് ഫിഗോൻ്റെ ആ ഒരു എഞ്ചിൻ ഭാഗമൊക്കെ കണ്ടോ. ക്യാമറ വളരെ സ്ലോയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും എന്തെങ്കിലും ലീക്കേജോ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ സ്പോട്ട് ചെയ്യാവുന്നതാണ്. കണ്ടോ, എഡ്ജ് ടു എഡ്ജ് വ്യൂ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് തരുന്നുണ്ട്. ഫ്രണ്ട് ലിഡിൻ്റെയും കൂടി ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട്. എല്ലാ ഭാഗവും വിശദമായിട്ട് വളരെ സ്ലോയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്ന ആ ഒരു ബോണറ്റ് അപ്പിയറിൽ എഞ്ചിൻ ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. ബൂട്ട് ഓപ്പൺ ചെയ്തതിൻ്റെ ബൂട്ടിൽ എന്തൊക്കെയാണ് സ്പേഷ്യസ് ആണോ അങ്ങനത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു ഫോർഡ് ഫിഗോൻ്റെ ആ ഒരു ബൂട്ട് സ്പേസ് നിങ്ങൾക്ക് കണ്ടോ. നല്ല ലാവിഷായിട്ടിരിക്കുന്ന ബൂട്ടാണ്. എന്നുണ്ടെങ്കിൽ നമ്മളൊരു സെഡാനിൽ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ബൂട്ടും കാര്യങ്ങളും തന്നെ ഒരു വാഹനം തന്നെയാണ് ഈ ഒരു ഫോർഡിൻ്റെ ഫിഗോ. നമ്മൾ i20 അതേപോലെ തന്നെ സ്വിഫ്റ്റൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ബൂട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, എൻ്റെ സ്പെയർ വീല് പൊക്കാൻ കുറച്ച് പാടാണ്, നല്ല ടൈറ്റായിട്ട് ഇരിക്കണം അതിൻ്റെ വീല്. ഞാൻ ആ ഒരു ശ്രമം ഉപേക്ഷിക്കുകയാണ്, ഭയങ്കര ടൈറ്റാണ്. ഓക്കെ, ഇതിൻ്റെ ബാക്കി ആ ഒരു എഡ്ജ് ടു എഡ്ജ് വ്യൂ നോക്കിയേക്കാം. എല്ലാ ഭാഗവും വിശദമായിട്ട് വളരെ സ്ലോയിലാണ് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിയത്. എന്തെങ്കിലും രീതിയിലുള്ള പാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊക്കെ ഇവിടെ സ്പോട്ട് ചെയ്യാം. ലിഡും കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, നമുക്കിനി ഈ വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ഫോർഡ് ഫിഗോ കണ്ടു കഴിഞ്ഞ്, ന്യൂ ഷേപ്പ് ഫിഗോ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വാഹനം, സിംഗിൾ ഓണർ വാഹനം, 2017 ഇതിൻ്റെ മോഡൽ വന്നേക്കുന്നത്. ട്രെൻഡാണ്, പിന്നെ പെട്രോൾ ഓപ്ഷനിൽ വന്നേക്കുന്ന വാഹനമാണ്. ഈ വാഹനം വെറും 43,000 കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന വാഹനമാണ്. ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം. അതിനൊക്കെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായ അപ്ഡേറ്റ്സും പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. ഈ ഒരു വാഹനത്തിൻ്റെ ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3.40 lakhs, 3,40,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോ താഴെ നമ്പറിനകത്തേക്ക് വിളിക്കാം, ചോദിച്ച് മനസ്സിലാക്കാം. നെഗോഷ്യബിൾ ആണ്. നമ്മുടെ ചാനൽ കണ്ടാൽ വിളിക്കാൻ എടുത്ത് വന്നേ കേട്ടോ. ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു ഫിഗോന്റെ വിശേഷങ്ങൾ. എത്രയും പെട്ടെന്ന് ഒരുപാട് വാഹനങ്ങൾ കഴിഞ്ഞപ്പോഴുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോ കാണാം. ടാറ്റ, ബൈ, ടേക്ക് കെയർ.